64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിക്കും. കലോത്സവത്തിന്റെ തലേദിവസം രാത്രി മുതൽ ഭക്ഷണം വിളമ്പും. മന്ത്രി കെ രാജൻ കലവറ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇത്തവണയും പഴയിടത്തിന്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ പാചകക്കൂട്ടാണ് തയ്യാറാകുന്നത്. സദ്യവട്ടങ്ങൾക്കാവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാ ഒരുക്കങ്ങളിലേക്കും കലോത്സവ കലവറ എത്തിക്കഴിഞ്ഞു. 13-ന് രാവിലെ മുതൽ കലവറ നിറയ്ക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാകുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. പച്ചക്കറികളരിയിലും അടുപ്പ് കൂടലും തുടങ്ങി കലവറ സജീവമാകാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും. കലവറ ഒരുക്കത്തിന് മുന്നോടിയായി മന്ത്രി കെ രാജൻ, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നാലായിരം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും 5000 പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണപന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും 10,000-ലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും. ഉച്ചയ്ക്ക് 20,000 ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും. ഭക്ഷ്യപ്പുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ കണ്ട എൻട്രൻസിലൂടെ കുട്ടികളെ പ്രവേശിപ്പിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പിറകിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. 13-ാം തീയതി രാവിലെ 9 മണിക്ക് കലവറ നിറയ്ക്കും. 13-ാം തീയതി വൈകിട്ട് 3 മണിക്ക് പാലുകാച്ചൽ ചടങ്ങുകളിലൂടെ ഭക്ഷണ സംവിധാനത്തിൽ ആരംഭിക്കും. 13-ാം തീയതി വൈകുന്നേരം മുതൽ തന്നെ എത്തിച്ചേരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി 1 മണി വരെ കലവറ പ്രവർത്തിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.